പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ യെരമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് യഹോവയെങ്കിൽ നിന്ന് യെരമ്യാ പ്രവാചകന് കിട്ടുന്ന ഒരു അരുളപ്പാടിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. യഹോവ യെരമ്യാ പ്രവാചകനോട് അരുളി ചെയ്യാണ്, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക എന്ന്. അവിടെ ചെല്ലുന്ന യെരമ്യാ പ്രവാചകൻ കാണുന്ന കാഴ്ചയാണ്, ആ കുശവൻ തന്റെ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുശവന് അവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് തനിക്ക് തോന്നിയതുപോലെ ഒരു പാത്രമാക്കി മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുമ്പോൾ ആ കളിമണ്ണിന് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ആ കളിമണ്ണ് കുറേ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊരു പാത്രമായി തീരുന്നതിന് മുമ്പ് അത് കുറേ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ കുശവൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവായ ദൈവമാണ്. കളിമണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ജീവിതങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന്റെ കയ്യിലെ കളിമണ്ണുകളാണ്. ആ കളിമണ്ണുകള് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പോലെ, കർത്താവിന് തോന്നിയതുപോലെ ഒരു മാനപാത്രമാക്കി അവൻ മാറ്റിയെടുക്കും. പക്ഷേ അതിനു മുമ്പ് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ എന്നുള്ള ഭാവമില്ലാതെ എനിക്കെന്താണ് നേടേണ്ടത്, എൻ്റെ ഇഷ്ടങ്ങളല്ല എനിക്കിനി നടക്കേണ്ടത്, എൻ്റെ കുശവന്റെ ഇഷ്ടപ്രകാരമാണ് ഞാനായി തീരേണ്ടത് എന്ന് പരിപൂർണമായി ആ കളിമണ്ണ് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആ കുശവന് അതിനെ മെരുക്കിയെടുത്ത് ഉടച്ചെടുത്ത് നല്ലൊരു മാനപാത്രമാക്കി വെക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനെ നമുക്ക് ഉപേക്ഷിക്കുവാൻ, ഞാനെന്ന ഭാവത്തിനെ നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത് നമുക്ക് തന്നെ ചെയ്യുവാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മളെ അതിനെ സഹായിക്കും. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു മാനപാത്രമാക്കി നമ്മളെ പിതാവായ ദൈവം രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ പിന്നെ പുതിയ തുരുത്തിയിൽ പഴയ വീഞ്ഞിനെ പകർന്നു വെക്കുവാൻ ശ്രമിക്കരുത്. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പിന്നെ പഴയതിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, ആ ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് തിരിഞ്ഞു പോകുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് ഒരിക്കലും അത് ദൈവഹിത പ്രകാരമല്ല. കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് പുറകോട്ട് പോയാൽ അതൊരിക്കലും നമ്മുടെ കുശവൻ അതിഷ്ടമല്ല. നമ്മളെ പണിതെടുത്ത കുശവന് അത് ഉടച്ചു കളയുവാനും പിതാവായ ദൈവത്തിന് അത് സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ.